ഹലോ ഫ്രണ്ട്സ്, കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൊല്യൂഷൻസിലെ റൗൾസ് ലോ ആണ് പ്രധാനമായും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. റൗൾസ് ലോ പറഞ്ഞപ്പോൾ നമ്മൾ ടോട്ടൽ പ്രഷറിൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു. അതായത് മിക്സ്ചറിൻ്റെ സൊല്യൂഷൻ്റെ മുകളിലുള്ള വേപ്പർ പ്രഷർ, ടോട്ടൽ വേപ്പർ പ്രഷർ കാണാൻ നമുക്ക് P total equal to P0A into chi A plus P0B into chi A, P0B into chi B എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ടോട്ടൽ പ്രഷർ കാണാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ അത് ഒബേ ചെയ്യാത്ത ചില സൊല്യൂഷൻസിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അവരെ നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്താണെന്നും അതുപോലെ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്താണെന്നും അവരുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നും സിമ്പിൾ ഡിസ്റ്റിലേഷനും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും ഈ രണ്ട് പ്രോസസ്സിനെ കുറിച്ച് അവരുടെ സവിശേഷതകൾ എന്താണ്, എപ്പോഴാണ് അവർ ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് ഐഡിയൽ സൊല്യൂഷൻസ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ഓവർ എ ലാർജ് കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ റേഞ്ച് റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് വിളിച്ചത്. റൗൾസ് ലോ പ്രകാരം നമുക്കറിയാം ടോട്ടൽ വേപ്പർ പ്രഷർ, അതായത് PT ഈക്വൽ ടു P0A ഇൻറ്റു chi A പ്ലസ് P0B ഇൻറ്റു chi B ആയിരുന്നു. P ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂഷൻ്റെ മുകളിലുള്ള ടോട്ടൽ വേപ്പർ പ്രഷർ. P0A എന്ന് പറയുമ്പോൾ A എന്നുള്ള കമ്പോണൻറ്റ് മാത്രമാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ വേപ്പർ പ്രഷറാണ് P0A. chi A എന്ന് പറയുന്നത് A എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷൻ. അതുപോലെ P0B പ്യുവർ B ആണെങ്കിൽ, B മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ പ്യുവർ B ആണെങ്കിൽ അപ്പോൾ ഉള്ള വേപ്പർ പ്രഷറിനെ നമ്മൾ P0B എന്ന് പറയുന്നത്. അതുപോലെ chi B എന്ന് പറഞ്ഞാൽ എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് B ഇൻ ദി സൊല്യൂഷൻ. അപ്പോൾ ഇതാണ് റൗൾസ് ലോ പറയുന്നത് അല്ലേ, ടോട്ടൽ പ്രഷർ ഈക്വൽ ടു കമ്പോണൻസിൻ്റെ പ്രഷറിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഇത് എല്ലാ കോൺസെൻട്രേഷനിലും ടെമ്പറേച്ചറിലും എല്ലാ സൊല്യൂഷനിലും ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അതായത് നമ്മൾ പ്രാക്ടിക്കലി അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റലി നമ്മൾ നോക്കുമ്പം വേപ്പർ പ്രഷറിൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ചില സൊല്യൂഷൻ്റെ മുകളിലുള്ള ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ ഒരു തിയററ്റിക്കൽ വാല്യൂ അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് വാല്യൂവിനേക്കാളും കുറവായിരിക്കും. അതായത് P എക്സ്പെരിമെൻ്റൽ, ഓക്കെ, P experimental will be less than P calculated. ഓക്കെ, അതല്ലെങ്കിൽ ചില കേസിൽ എക്സ്പെരിമെൻ്റ് വഴി നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഈ ഒരു വാല്യൂ, അതായത് P0A ഇൻറ്റു chi A പ്ലസ് P0B ഇൻറ്റു chi B എന്നുള്ള വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, അങ്ങനെ രണ്ട് കേസുകൾ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ, അതായത് എക്സ്പെരിമെൻ്റലി നമുക്ക് കിട്ടുന്ന ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള വേപ്പർ പ്രഷറിൽ നിന്നും വ്യത്യാസമാണെങ്കിൽ അത്തരം സൊല്യൂഷൻസിനെയാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയാം. അതേ സമയത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന അതേ വേപ്പർ പ്രഷർ തന്നെയാണ് എക്സ്പെരിമെൻ്റലി നമുക്ക് കിട്ടുന്നതെങ്കിൽ, അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അത്തരം സൊല്യൂഷനാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയാം. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ ആകുമ്പം അതിൻ്റെ ടോട്ടൽ പ്രഷർ എന്തായിരിക്കും? P0A ഇൻറ്റു chi A പ്ലസ് P0B ഇൻറ്റു chi Bക്ക് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ അവർ ഓവർ എ ലാർജ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ അവർ റൗൾസ് ലോ ഒബേ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതാണ് ഐഡിയൽ സൊല്യൂഷൻസ് അല്ലേ. റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ടോട്ടൽ പ്രഷർ എന്തായിരിക്കും? കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന P0A ഇൻറ്റു chi A പ്ലസ് P0B ഇൻറ്റു chi Bക്ക് ഈക്വൽ ആയിരിക്കും. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അതായത് ഒന്നുകിൽ എന്തായിരിക്കും? P ടോട്ടൽ എന്ന് പറയുന്നത്, സൊല്യൂഷൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന പ്രഷറിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന പ്രഷർ എന്ന് പറയുമ്പോൾ P0A ഇൻറ്റു chi A പ്ലസ് P0B ഇൻറ്റു chi B അതിനേക്കാൾ കുറവായിരിക്കും. അങ്ങനെ കുറവാണെങ്കിൽ അവർ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആണ്.
ഇനി പി ടി, അതായത് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്, നമുക്ക് എക്സ്പെരിമെന്റിൽ കിട്ടുന്ന ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ടോട്ടൽ വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലാണെങ്കിൽ അത്തരം സൊല്യൂഷൻസിനെ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ, റൗൾസ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ഉണ്ട്. നമ്മൾ ഓർത്ത് വെക്കാൻ, കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ പ്രഷറിൻ്റെ ഇൻ ടേംസിൽ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അതായത് ടോട്ടൽ പ്രഷർ കാൽക്കുലേറ്റഡ് വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. കൂടുതലാണല്ലോ, അപ്പോൾ പോസിറ്റീവ് ആണ് അല്ലേ, പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. കാൽക്കുലേറ്റഡ് വാല്യൂവിനേക്കാളും ടോട്ടൽ പ്രഷർ കുറവാണെങ്കിൽ അവിടെ നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ അല്ലേ. എന്താണ് അതിൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുക? അതായത് ടോട്ടൽ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് കാൽക്കുലേറ്റഡ് വാല്യൂ അല്ലേ, കാൽക്കുലേറ്റഡ് വാല്യൂ. ഇതാണെന്ത്, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് അല്ലേ, റൗൾസ് ലോയിൽ നിന്നും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ്. ഇനി പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിലോ, പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ടോട്ടൽ വേപ്പർ പ്രഷർ അല്ലേ, ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ, ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ will be greater than the calculated value അല്ലേ, greater than the calculated value. ഓക്കെ, അപ്പോൾ പ്രഷറിൻ്റെ ഇൻ ടേംസിലാണ് നമ്മളിപ്പോൾ നെഗറ്റീവ് ഡീവിയേഷനും പോസിറ്റീവ് ഡീവിയേഷനൊക്കെ പറഞ്ഞത്. ഇനി അവരുടെ മറ്റ് സവിശേഷതകൾ എന്താണ്, അതുപോലെ തന്നെ മോളിക്കുലർ ആസ്പെക്റ്റിൽ നമ്മളിത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതുപോലെ ഇവർക്ക് എക്സാമ്പിൾസ് എന്താണ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഐഡിയ ക്ലിയർ ആവും. ഓക്കെ, ആദ്യം പോസിറ്റീവ് ഡീവിയേഷൻ എടുക്കുക. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പ്രഷർ കൂടുതലായിരിക്കുമെന്ന്, വേപ്പർ പ്രഷർ, ടോട്ടൽ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കുമെന്ന് അല്ലേ. എന്തുകൊണ്ടാണ് ടോട്ടൽ വേപ്പർ പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാളും കൂടുന്നത്? അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സൊല്യൂഷൻ ആണല്ലോ ഉണ്ടാക്കുന്നത്, രണ്ട് കമ്പോണൻറ്റിൻ്റെ സൊല്യൂഷനാണ്. എ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ്, അതുപോലെ ബി എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ്, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ലിക്വിഡ്, ബി എന്ന് പറയുന്ന ലിക്വിഡ്. അപ്പോൾ ഇവിടെ എയും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും അല്ലേ, അതുപോലെ ബിയും തമ്മിലും ഇൻട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി എയും ബിയും തമ്മിൽ എന്തുണ്ടാവും, സൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ, അതായത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് ലിക്വിഡ്സിനെയും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന കമ്പോണൻറ്റും ബി എന്ന കമ്പോണൻറ്റും തമ്മിലും ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഇവരുടെ, അതായത് മിക്സ് ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള എൻ്റെയും ബിൻ്റെയും എയും തമ്മിലുള്ള ഇന്റർമോളിക്കുലർ അട്രാക്ഷനും, അതുപോലെ ബിയും തമ്മിലുള്ള ഇന്റർമോളിക്കുലർ അട്രാക്ഷനും നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യാണ്? മിക്സ് ചെയ്തതിൻ്റെ ശേഷം എയും ബിയും മിക്സ് ആയല്ലോ, അപ്പം അവർ രണ്ടാളും തമ്മിലാണ് എന്തുണ്ടാവുക, ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഉണ്ടാവുക, എയും ബിയും തമ്മിൽ അല്ലേ. അപ്പോൾ ഈ ഒരു ഇന്റർമോളിക്കുലർ അട്രാക്ഷനും നേരത്തെ ഉണ്ടായിരുന്ന എ ഇന്റർമോളിക്കുലർ അട്രാക്ഷനും അതുപോലെ ബി ഇന്റർമോളിക്കുലർ അട്രാക്ഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് പറയാൻ പറ്റും ആദ്യം ഉണ്ടായിരുന്ന, അതായത് എ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ അതുപോലെ ബി ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ എന്ന് പറയുന്നത് എ ബിനേക്കാളും സ്ട്രോങ്ങർ ആയിരുന്നു എന്ന് പറയാൻ പറ്റും. അതായത് എന്താണ്, എ ബി വീക്കർ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആയിരിക്കും കാണിക്കുക. നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അട്രാക്ഷൻ വീക്കാവും. അട്രാക്ഷൻ വീക്കാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അട്രാക്ഷൻ വീക്കാവുക എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസിന് പെട്ടെന്ന് തന്നെ വേപ്പറൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് അർത്ഥം അല്ലേ. അങ്ങനെ മോളിക്യൂള്, അതായത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം രണ്ട് കമ്പോണൻസും തമ്മിലുള്ള അട്രാക്ഷൻ വീക്കറായി ഈ മോളിക്യൂൾസിന് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വേപ്പറൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേപ്പറൈസ് ചെയ്യുമ്പോൾ, അതായത് പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വേപ്പേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരുപാട് വേപ്പേഴ്സ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും, കൂടും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വേപ്പർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. അതായത് എ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ലിക്വിഡ് നമ്മളെ കയ്യിലുണ്ട്, അതുപോലെ ബി ഉണ്ട്.
എന്റെ മോളിക്യൂൾസ് പരസ്പരം ഒരു ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഉണ്ടായിരുന്നു, ബിന്റെ മോളിക്യൂൾസ് പരസ്പരവും എന്തുണ്ടായിരുന്നു, ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഇവർ രണ്ടാൾ നമ്മൾ മിക്സ് ചെയ്തപ്പം എന്റെ ഇടയിൽ ബി കയറിക്കൂടി അല്ലേ, കയറിക്കൂടി. അപ്പോൾ ഈ എയും ബിയും തമ്മിൽ എന്തുണ്ടാവും, പുതിയ ഒരു ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ വന്നു. ഈ പുതിയ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ എന്ന് പറയുന്നത് മുമ്പേ ഉണ്ടായിരുന്ന എ ഇന്റർമോളിക്കുലർ അട്രാക്ഷനേക്കാൾ അല്ലെങ്കിൽ ബി ഇന്റർമോളിക്കുലർ അട്രാക്ഷനേക്കാളും കുറവാണ്, അല്ലെങ്കിൽ വീക്കറാണ്. വീക്കർ ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോണ്ട് അവർ തമ്മിലുള്ള ബോണ്ട് വീക്കറാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേപ്പേഴ്സ് ഫോം ചെയ്യാൻ പറ്റും അല്ലേ. പെട്ടെന്ന് വേപ്പേഴ്സ് ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് വേപ്പേഴ്സ് ഉണ്ടാവും. ഒരുപാട് വേപ്പേഴ്സ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ അസ്യൂം ചെയ്തതിനേക്കാളും കൂടുതൽ വേപ്പേഴ്സ് ഉണ്ടാവുന്നത് കൊണ്ട് അവർക്ക് കൂടുതൽ പ്രഷറും ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയാണ് അവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ പ്രഷർ ഉണ്ടാക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുത്തു നോക്കാം. എത്തനോൾ ആൻഡ് അസിറ്റോൺ അല്ലേ, എത്തനോളും അസിറ്റോണും. ഇവിടെ എത്തനോൾ എന്ന് പറയുന്നത് C2H5OH ആണ് അല്ലേ. C2H5OHൽ എന്തുണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഓക്കെ. അസിറ്റോൺ എന്ന് പറയുന്നത് CH3COCH3 ആണ്. ഓക്കെ, CH3COCH3. ഈ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ എത്തനോളിന്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. അതേ സമയത്ത് അപ്പോൾ എത്തനോൾ മോളിക്യൂൾസ് നമ്മൾ എ എന്ന ബോണ്ടായിട്ട് എടുക്കുകയാണ് ഇവിടെ. ഓക്കെ, എത്തനോൾ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്, എ അട്രാക്ഷൻ അല്ലേ. ഇനി എത്തനോളും അതുപോലെ അസിറ്റോണും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്തനോളും അസിറ്റോണും തമ്മിലാണ് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഉണ്ടാവുക അല്ലേ. ഈ എത്തനോളും തമ്മിലുള്ള ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ വളരെ സ്ട്രോങ്ങർ ആണ്. അതേ സമയത്ത് അതിൻ്റെ ഇടയിലേക്ക് അസിറ്റോൺ വരുമ്പം അവിടെയുള്ള ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ എന്ത് ചെയ്യും, കുറയും. ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ കുറയുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ വേപ്പേഴ്സ് ഫോം ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. കൂടുതൽ വേപ്പേഴ്സ് ഫോം ചെയ്യുമ്പോൾ എന്തുണ്ടാവും, വേപ്പർ പ്രഷർ കൂടും. അങ്ങനെയാണ് ഈ എത്തനോളും അസിറ്റോണും മിക്സ് ചെയ്യുന്ന സമയത്ത് വേപ്പർ പ്രഷർ കൂടുന്നത്. വേപ്പർ പ്രഷർ കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അതുപോലെ തന്നെ കാർബൺ ഡൈസൾഫൈഡും അതുപോലെ അസിറ്റോണും മിക്സ് ചെയ്യുമ്പോഴുള്ള ഒരു സിറ്റുവേഷൻ. കാർബൺ ഡൈസൾഫൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നോൺ പോളാർ മോളിക്യൂൾ ആണ്. ഇവിടെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, കാർബൺ ഡൈസൾഫൈഡിന്റെ കേസിൽ. അതേ സമയത്ത് അസിറ്റോൺ എന്ന് പറയുന്നത് ഒരു പോളാർ മോളിക്യൂൾ ആണ്. ഓക്കെ, പോളാർ മോളിക്യൂൾ ആണ്. ഇതാണ് അസിറ്റോൺ അല്ലേ. അപ്പം അസിറ്റോൺ മാത്രമായിരിക്കുമ്പോൾ നമുക്ക് എ അട്രാക്ഷൻ എന്ന് വിളിക്കാം. അതുപോലെ കാർബൺ ഡൈസൾഫൈഡ് മാത്രമായിരിക്കുമ്പോൾ ബി അട്രാക്ഷൻ എന്ന് വിളിക്കാം. ഈ പോളാർ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ അസിറ്റോൺസ് തമ്മിൽ ഒരു പോളാർ ബോണ്ട് ഉണ്ടാവും അവിടെ. എന്ന് പറഞ്ഞാൽ പോളാർ ബോണ്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നോൺ പോളാർ മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷനേക്കാളും എന്തായിരിക്കും, കൂടുതലായിരിക്കും പോളാർ മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ. അപ്പോൾ അസിറ്റോൺ മാത്രമായിരുന്ന സമയത്ത് അവിടെ ഇൻട്രാക്ഷൻ കൂടുതലായിരുന്നു. അതേ സമയത്ത് നമ്മൾ അതിലേക്ക് CS-നെ അല്ലെങ്കിൽ CS2-നെ അല്ലെങ്കിൽ കാർബൺ ഡൈസൾഫൈഡിനെ ആഡ് ചെയ്ത സമയത്ത് ഈ പോളാർ ബോൺസ് ഒക്കെ എന്തായി, പോയി ബോൺസ് മൊത്തം വീക്കറായി അല്ലേ. കാരണം അതിൻ്റെ ഇടയിലേക്കൊക്കെ ആര് വന്നു, കാർബൺ ഡൈസൾഫൈഡ് വന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ പോളാർ ബോൺസ് ഒക്കെ പോയി അത് വീക്കറായതുകൊണ്ട് തന്നെ ഇനി അവരെന്ത് ചെയ്യും, പെട്ടെന്ന് വേപ്പേഴ്സ് ഫോം ചെയ്യും. വേപ്പേഴ്സ് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ വേപ്പേഴ്സിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വേപ്പർ പ്രഷറും കൂടും. ഓക്കെ, അങ്ങനെയാണ് കാർബൺ ഡൈസൾഫൈഡും അതുപോലെ അസിറ്റോണും നമ്മൾ മിക്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നത്, പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള വേപ്പർ പ്രഷർ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കൂടുന്ന അതല്ലെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് കുറയുന്ന ടൈപ്പ് ഓഫ് സൊല്യൂഷൻസിനെയാണ് നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം. അതായത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷറിൻ്റെ ടോട്ടൽ എക്സ്പെരിമെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് കൂടുന്നത്? ഈ രണ്ട് ലിക്വിഡ്സ് ആദ്യം ഇവർ ഒറ്റക്കൊറ്റക്കായിരുന്നു അല്ലേ. ഒറ്റക്കൊറ്റക്കായിരുന്നപ്പം അവരുടെ മോളിക്യൂൾസ് പരസ്പരം തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആയിരുന്നു. അതേ സമയത്ത് രണ്ടാളെയും മിക്സ് ചെയ്തപ്പം ആ ബോൺസ് ബ്രേക്ക് ചെയ്ത് പുതിയ ബോൺസ് ഉണ്ടായി. ഓക്കെ, ഈ പുതിയ ബോൺസ് എന്തല്ല, പഴയ ബോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുതിയ ബോൺസ് എന്ന് പറയുന്നത് കെമിക്കൽ ബോൺസ് അല്ലെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എന്ന് പറയുന്നത് അത് വീക്കറാണ്. വീക്കർ ആയതുകൊണ്ട് തന്നെ ഇനി അവരെന്ത് ചെയ്യും, കൂടുതൽ വേപ്പേഴ്സ് ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും, കൂടും. ഇങ്ങനെ
കാൽക്കുലേറ്റഡ് വാല്യൂവിനേക്കാളും കൂടുതലായിട്ടുള്ള ടോട്ടൽ വേപ്പർ പ്രഷർ കാണിക്കുന്ന ടൈപ്പ് ഓഫ് സൊല്യൂഷൻസിനെയാണ് നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ വെച്ചിട്ട് ഞാനത് വിശദീകരിച്ചു. ഇനി നമുക്ക് അതുപോലെ തന്നെ നെഗറ്റീവ് ഡീവിയേഷനെയും കാണാം. അതായത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നെഗറ്റീവ് ഡീവിയേഷൻ അല്ലേ. നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പം അവരുടെ ടോട്ടൽ പ്രഷർ എന്തായിരിക്കും, കാൽക്കുലേറ്റഡ് പ്രഷറിനേക്കാളും കുറവായിരിക്കും. നമുക്കൊരു കാൽക്കുലേറ്റ് ചെയ്താൽ, അതായത് P0A ഇൻറ്റു കൈ എ പ്ലസ് P0B ഇൻറ്റു കൈ ബി ചെയ്താൽ നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ. ആ വാല്യൂവിനേക്കാളും കുറവായിരിക്കും എന്ത്, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. വേപ്പർ പ്രഷർ കുറയാൻ എന്താണ് കാരണം? വേപ്പർ പ്രഷർ കുറയാൻ കാരണം അവർ തമ്മിലുള്ള, അതായത് സൊല്യൂഷൻ ഫോം ചെയ്യുമ്പം പുതിയ ബോൺസിന് പഴയ ബോൺസിനേക്കാളും സ്ട്രെങ്ത് കൂടുതലായിരിക്കും. സ്ട്രോങ്ങർ ആയിട്ടുള്ള ബോണ്ടായിരിക്കും ഫോം ചെയ്യുക. സ്ട്രോങ്ങർ ആയിട്ടുള്ള ബോണ്ട് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ വേപ്പേഴ്സിൻ്റെ എണ്ണം കുറവാകും അല്ലേ. എല്ലാ മോളിക്യൂൾസിനും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, വേപ്പേഴ്സ് ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉണ്ടാകുന്ന വേപ്പേഴ്സിൻ്റെ നമ്പർ കുറയും, അതുകൊണ്ട് തന്നെ വേപ്പർ പ്രഷറും കുറയും. റെഡിയാണല്ലോ. അപ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പം എന്താണ്, ടോട്ടൽ വേപ്പർ പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാളും കുറവായിരിക്കും. അത് കുറവാകാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ലിക്വിഡ്സിനെ ആഡ് ചെയ്തപ്പം അവിടെ എന്തുണ്ടായി, പഴയ ബോൺസ് ഒക്കെ പോയി പുതിയ സ്ട്രോങ്ങർ ആയിട്ടുള്ള ബോൺസ് വന്നു. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ബോൺസ് സ്ട്രോങ്ങർ ആണ്. അപ്പോൾ പുതിയ ഹൈഡ്രജൻ ബോൺസ് ഉണ്ടാകുന്ന ഒരു കേസാണെങ്കിൽ അവിടെ എന്തായിരിക്കും, നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും കാണിക്കാം. അല്ലെങ്കിൽ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഒരു എന്താണ്, സ്ട്രോങ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ ഹൈഡ്രേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെയും എന്തായിരിക്കും, നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും കാണിക്കുക. കാരണം അവരുടെ ഫോഴ്സ്, ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് കൂടും. ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് കൂടുന്നത് കൊണ്ട് തന്നെ വേപ്പേഴ്സ് ഫോം ചെയ്യാനുള്ള സാധ്യത കുറയും, വേപ്പേഴ്സിൻ്റെ എണ്ണം കുറയും. വേപ്പേഴ്സിൻ്റെ എണ്ണം കുറയുമ്പം അവരുടെ പ്രഷറും കുറയും. ഓക്കെ, വേപ്പർ പ്രഷർ, ടോട്ടൽ വേപ്പർ പ്രഷർ കുറയും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, AB മോളിക്കുലർ ഇൻട്രാക്ഷൻ എന്താണ്, മോറാണ് അല്ലെങ്കിൽ സ്ട്രോങ് ആണ് ദാൻ AA അല്ലെങ്കിൽ BB ഇൻട്രാക്ഷൻ അല്ലേ. AA ഇൻട്രാക്ഷനേക്കാളും BB ഇൻട്രാക്ഷനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള AB ഇൻട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ്, ഒന്നാമത്തെ എക്സാമ്പിൾ ആസിഡ് പ്ലസ് വാട്ടർ. ഫോർ എക്സാമ്പിൾ നൈട്രിക് ആസിഡും HNO3 പ്ലസ് വാട്ടർ ഇവർ നമ്മൾ ആഡ് ചെയ്യാണ്. ഓക്കെ, ഇവർ ആഡ് ചെയ്താൽ ഇതിൽ H പ്ലസ് വാട്ടറിലേക്ക് പോയിട്ട് ഇതെന്തായി മാറും, NO3 മൈനസ് പ്ലസ് H3O പ്ലസ് ആയി മാറും. ഓക്കെ, H3O പ്ലസ് ആയി മാറും. ഇവിടെ ഈ NO3 മൈനസ് എന്ന് പറയുന്ന അയേണ് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യും, അതിന് സ്ട്രോങ് ആയിട്ട് ഹൈഡ്രേഷൻ നടക്കും. ഹൈഡ്രേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ മൈനസ് അയൺ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റും വാട്ടർ മോളിക്യൂൾസ് വന്നിട്ട് വാട്ടറിൻ്റെ പോസിറ്റീവ് ഭാഗം, അതായത് വാട്ടർ ഇപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ H2O അല്ലേ എന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്ത് പോസിറ്റീവ് ഉണ്ടാവും, ഈ ഭാഗത്തും പോസിറ്റീവ് ഉണ്ടാവും, അതുപോലെ ഇവിടെ ഒരു ചെറിയ നെഗറ്റീവ് ഉണ്ടാവും, ഡെൽറ്റ മൈനസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ പോസിറ്റീവ് പാർട്ട് എങ്ങോട്ട് വരും, NO3 മൈനസിലേക്ക് വരും. എന്നിട്ട് NO3 മൈനസിൻ്റെ ചുറ്റും ഒരുപാട് വാട്ടർ മോളിക്യൂൾസ് വരും അല്ലേ. എന്നിട്ട് അതുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ഹൈഡ്രേഷൻ എന്ന് പറയും. ഇങ്ങനെ സ്ട്രോങ് ഹൈഡ്രേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ HNO3 ഉണ്ടായിരുന്ന ബോണ്ടിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് അവിടെ ഫോം ചെയ്യും. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനി ആ മോളിക്യൂളിന് വേപ്പർ ആകാനുള്ള സാധ്യത കുറവാണ് അല്ലേ. ഇനി നമ്പർ ഓഫ് വേപ്പേഴ്സ് ഫോംഡ് എന്തായിരിക്കും, കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ വേപ്പർ പ്രഷർ കുറയും. ഇനി അതുപോലെ മറ്റൊരു കേസാണ് ക്ലോറോഫോം ആൻഡ് അസിറ്റോൺ എന്ന് പറയുന്നത്. ക്ലോറോഫോമിൽ നമുക്കറിയാം CHCl3 ആണ് അല്ലേ. CHCl3 ആണ് ക്ലോറോഫോം എന്ന് പറയുന്നത്. അതുപോലെ അസിറ്റോൺ നമുക്കറിയാം എന്താണ്, CO CH3 അല്ലേ. ഇവിടെ നമുക്കറിയാം സാധാരണ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത് ഫോൺ മെമ്പേഴ്സിലാണ്. ഫോൺ മെമ്പേഴ്സ് എന്ന് പറയുമ്പം ഫ്ലൂറിനോ ഓക്സിജനോ നൈട്രജനോ പോലത്തെ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്സ് ഉള്ള കേസിലാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുക. പക്ഷേ ഇവിടെ ക്ലോറോഫോമിൻ്റെ കേസിൽ 3 ക്ലോറിൻ ആറ്റംസ് ഉണ്ട് അല്ലേ. 3 ക്ലോറിൻ ആറ്റംസും ഹൈലി ഇലക്ട്രോനെഗറ്റീവാണ്.
അപ്പോൾ ഈ 3 ക്ലോറിൻ ആറ്റംസും അതുപോലെ ഈ കാർബണും കൂടിയിട്ട് ഇവർ 4 ആറ്റംസും കൂടിയ ഒരു ഇലക്ട്രോനെഗറ്റീവ് ഗ്രൂപ്പായി മാറും അത്. എന്നിട്ട് എന്ത് ചെയ്യും, അവർ ഹൈലി ഇലക്ട്രോനെഗറ്റീവായിട്ട് ഹൈഡ്രജനിൽ നിന്നും ഇലക്ട്രോൺസിനെ പുൾ ചെയ്യും, ഇലക്ട്രോൺസിനെ വലിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, നൈട്രജനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ അതുപോലത്തെ ഒരു ഇഫക്റ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവും, ഹൈഡ്രജൻ ബോൺസ് ഫോം ചെയ്യും. ഓക്കെ, ഇവർ തമ്മിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ബോൺസ് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, വേപ്പേഴ്സ് ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടുക എന്നാണ് അവിടെ അർത്ഥം അല്ലേ. അതുകൊണ്ട് തന്നെ ഇത് ആരുമായിട്ടാണ് ചെയ്യുന്നത്, ബോണ്ട് ഫോം ചെയ്യുക, അതായത് അസിറ്റോണുമായിട്ടാണല്ലോ നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓക്സിജനുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുക അല്ലേ. അങ്ങനെ ആ ഓക്സിജനുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള അട്രാക്ഷൻ കൂടും. അട്രാക്ഷൻ കൂടുക എന്ന് പറഞ്ഞാൽ വേപ്പേഴ്സിൻ്റെ നമ്പർ കുറയും അല്ലേ. അതുകൊണ്ട് തന്നെ വേപ്പർ പ്രഷർ കുറയും. വേപ്പർ പ്രഷർ കുറയുക എന്നാണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അല്ലേ. അതുകൊണ്ട് അവർ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പോസിറ്റീവ് ഡീവിയേഷനും അതുപോലെ നെഗറ്റീവ് ഡീവിയേഷനും കാണിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഗ്രാഫ് വരച്ചിരുന്നു. അതായത് P0A ഇൻറ്റു Ka പ്ലസ് P0B ഇൻറ്റു Kb, ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ അല്ലേ. PT = P0A ഇൻറ്റു Ka പ്ലസ് P0B ഇൻറ്റു Kb. അപ്പോൾ ഈ ഗ്രാഫ് നമ്മളിനി പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിനും അതുപോലെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിനും വരയ്ക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിന് വരയ്ക്കാം അല്ലേ. ഇവിടെ ഇപ്പോൾ ഇതാണ് P0A, അതായത് പ്യുവർ എ, അതായത് എൻ്റെ മോൾ ഫ്രാക്ഷൻ Ka = 1 ആകുമ്പോഴുള്ള പ്രഷറാണിത്, വേപ്പർ പ്രഷറാണിത്. Ka = 0 ആകുമ്പോഴുള്ള പ്രഷറാണിത് അല്ലേ. ഇനി Kb = 0 ആകുമ്പോഴുള്ള വേപ്പർ പ്രഷറാണ് 0. അതുപോലെ ഇതെന്താണ്, P0B എന്ന് പറയുന്നത് Kb = 1 ആകുമ്പോഴുള്ള വേപ്പർ പ്രഷറാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇനി ഇവിടെ ഓരോ ഗ്രാഫും ഈ PA അല്ലെങ്കിൽ എ എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷറിൻ്റെ ഗ്രാഫ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ പോയിന്റിലും ഞാൻ അതേ കളർ കൊണ്ട്, സെയിം കളർ കൊണ്ട് തന്നെ വരക്കാം. അതായത് ഇവിടെ ഓരോ കമ്പോസിഷനിലും ഓരോ മോൾ ഫ്രാക്ഷനിലും എന്തായിരിക്കും, PA നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂവിനേക്കാളും കൂടുതൽ, അതായത് P0A ഇൻറ്റു Ka കൂടുതലായിരിക്കും എൻ്റെ പ്രഷർ എന്ന് പറയുന്നത്, PA എന്ന് പറയുന്നത്. അതുപോലെ തന്നെ PBയും എന്തായിരിക്കും, അതായത് B എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ എന്തായിരിക്കും, പോസിറ്റീവ് ഡീവിയേഷനാണ് കാണിക്കുന്നതെങ്കിൽ നേരത്തെ റൗൾസ് ലോ പ്രകാരം കാണിച്ചിരുന്ന പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും ഓരോ പോയിന്റിലും. ഓക്കെ, അതുകൊണ്ട് തന്നെ ടോട്ടൽ പ്രഷറിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ടോട്ടൽ പ്രഷറിൻ്റെ ഗ്രാഫ് അല്ലേ. ടോട്ടൽ പ്രഷറിൻ്റെ ഗ്രാഫ്, അതായത് P0A ഇൻറ്റു Ka പ്ലസ് P0B ഇൻറ്റു Kb, അല്ലെങ്കിൽ PA പ്ലസ് PB എന്ന് പറയുന്ന ടോട്ടൽ ഗ്രാഫ് അല്ലേ, ടോട്ടൽ പ്രഷറിൻ്റെ ഗ്രാഫ്. അതും എന്തായിരിക്കും, സാധാരണത്തെക്കാളും അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും പോസിറ്റീവ് ഡീവിയേഷൻ്റെ കേസിൽ. കാരണം പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പം റൗൾസ് ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂവിനേക്കാൾ കൂടുതലായിട്ടുള്ള വാല്യൂ പ്രഷറിന് ഉണ്ടാവും എന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ. അതുകൊണ്ട് തന്നെ PA എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന P0A ഇൻറ്റു Ka എന്ന് പറയുന്ന വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ PB എന്ന് പറയുന്ന ബീൻ്റെ വേപ്പർ പ്രഷറും എന്തായിരിക്കും, P0B ഇൻറ്റു Kb എന്ന് പറയുന്ന കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. ഇവർ രണ്ടാളും കൂടിയാൽ, ഇവരെ രണ്ടാളുടെ സമ്മാണല്ലോ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതും എന്തായിരിക്കും, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഈ ഒരു P0A ഇൻറ്റു Ka പ്ലസ് P0B ഇൻറ്റു Kb എന്ന് പറയുന്ന വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. ഈ രൂപത്തിലാണ് അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിൻ്റെ ഗ്രാഫ് നമുക്ക് കിട്ടും. ഇനി ഇതേപോലെ നമുക്ക് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിൻ്റെതും വരയ്ക്കാൻ പറ്റും അല്ലേ. അതായത് സാധാരണ ഉള്ള ഗ്രാഫിൻ്റെ, അതായത് ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ ഗ്രാഫിൻ്റെ താഴെ ആയിരിക്കും ഇവരെ ഗ്രാഫ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഞാനിവിടെ വീണ്ടും P0A അതുപോലെ ഇവിടെ P0B എന്നെടുത്തു. P0A എന്ന് പറയുന്നത് Ka = 1 ആകുമ്പോഴുള്ള എൻ്റെ വേപ്പർ പ്രഷറാണ് അല്ലേ. Ka = 0 ആകുമ്പോഴുള്ള വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 0 ആണ്.
ഇനി അതുപോലെ ബീൻ്റെതാണെങ്കിൽ കൈ ബി ഈക്വൽ ടു 0 ആകുമ്പോൾ വേപ്പർ പ്രഷർ 0 ആണ്. അതുപോലെ കൈ ബി ഈക്വൽ ടു 1 ആകുമ്പോൾ വേപ്പർ പ്രഷർ എന്താണ്? P0B ആണ് അല്ലേ. ഇനി ഇവിടെ ഓരോ കേസിലും അതായത് P0A എന്ന് പറയുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഗ്രാഫിൻ്റെ താഴെ ആയിരിക്കും നമ്മുടെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ്റെ ഗ്രാഫ് വരിക. അതായത് ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, കാൽക്കുലേറ്റഡ് വാല്യൂവിനേക്കാളും പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. അതുപോലെ തന്നെയാണ് ഏതും ഉണ്ടാവുക? PBൻ്റെ വാല്യൂ ഉണ്ടാവുക. അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈനിലാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ, അതിനേക്കാളും കുറവായിരിക്കും PBൻ്റെ വാല്യൂ. ഇനി ടോട്ടൽ എന്ന് പറയുന്നത് ഇവർ രണ്ടാളെയും സമ്മിന് ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് ശരിക്കും ടോട്ടൽ പ്രഷറിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരേണ്ടത് അല്ലേ. അതേ സമയത്ത് ഇവിടെ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ്റെ കേസിൽ കിട്ടുന്നത് ഇങ്ങനെയുള്ള ഒരു ഗ്രാഫായിരിക്കും. അതായത് ടോട്ടൽ പ്രഷറും കാൽക്കുലേറ്റഡ് വാല്യൂവിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, ഇങ്ങനെ നമുക്ക് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിൻ്റെയും അതുപോലെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിൻ്റെയും ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ അതായത് നെഗറ്റീവ് ഡീവിയേഷനും പോസിറ്റീവ് ഡീവിയേഷനും ഒക്കെ കാണിക്കുന്ന സൊല്യൂഷൻസിൻ്റെ മറ്റു സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ ആണെങ്കിൽ ഡെൽറ്റ വി മിക്സ് ഈക്വൽ ടു പോസിറ്റീവ് ആയിരിക്കും. അതായത് നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ പ്രഷർ കൂടുതലാണ് അവിടെ, അതേ സമയത്ത് ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ എന്താണ്? കുറവാണ്. ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ കുറവാണെന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് തമ്മിൽ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും അല്ലേ. ഡിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞാൽ വോളിയം കൂടും അല്ലേ. അപ്പോൾ വോളിയം കൂടുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന വോളിയം ഇപ്പോൾ ഉള്ള വോളിയത്തിൽ നിന്ന് മൈനസ് ചെയ്താൽ, അതായത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണല്ലോ നമ്മൾ ഡെൽറ്റ വി എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം ചെയ്താൽ അല്ലെങ്കിൽ ഡെൽറ്റ വി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതായത് വോളിയം കൂടുകയാണ് ചെയ്യുക അല്ലേ. അതുപോലെ എൻതാൽപ്പിക്ക് എന്താ? വോളിയം കൂടുന്നത് എന്തുകൊണ്ടാണ്? അട്രാക്ഷൻ കുറയുന്നതുകൊണ്ട്. അട്രാക്ഷൻ കൂടിയാൽ വോളിയം കുറയും, അട്രാക്ഷൻ കുറഞ്ഞാൽ വോളിയം കൂടും അല്ലേ. അതുപോലെ ഡെൽറ്റ എച്ച് മിക്സ് ഈക്വൽ ടു പോസിറ്റീവ് ആയിരിക്കും. അതായത് എൻതാൽപ്പിയും കൂടും. നമുക്കറിയാം ബോണ്ട് സ്ട്രോങ് ആയി വരുന്നതിനനുസരിച്ച് എനർജി റിലീസ് ചെയ്യാണ് ചെയ്യുക. അതേ സമയത്ത് ബോണ്ട് വീക്കായി വരുന്നതിനനുസരിച്ച് എനർജി അബ്സോർബ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ബോണ്ട് വീക്കായി വരികയാണ് അല്ലേ. ബോണ്ട് വീക്കാണ് ആയത്, അതുകൊണ്ടാണ് കുറേ വേപ്പേഴ്സ് ഫോം ചെയ്തത്, എന്നിട്ട് പോസിറ്റീവ് ഡീവിയേഷൻ കാണിച്ചത് അല്ലേ. അപ്പോൾ ബോണ്ട് വീക്കായി വരികയാണ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? എനർജി അബ്സോർപ്ഷൻ ആണ് നടക്കുക. അതുകൊണ്ട് തന്നെ ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എൻതാൽപ്പി അല്ലെങ്കിൽ ഫൈനൽ എൻതാൽപ്പി മൈനസ് ഇനീഷ്യൽ എൻതാൽപ്പി ചെയ്താൽ പോസിറ്റീവായിട്ടുള്ള ഒരു വാല്യൂ ആണ് കിട്ടുക അല്ലേ. ഇനി ഡെൽറ്റ എസ് മിക്സ് രണ്ട് കേസിലും, പോസിറ്റീവിൻ്റെ കേസിലും നെഗറ്റീവിൻ്റെ കേസിലും എന്തായിരിക്കും? എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. കാരണം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഫ്രീഡം കിട്ടുകയാണ് അല്ലേ. എൻട്രോപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും ഫ്രീഡമാണ്. അപ്പം അല്ലെങ്കിൽ റാൻഡംനെസ് ആണ്. റാൻഡംനെസ് കൂടുകയാണ് ചെയ്യുക, കാരണം കൂടുതൽ സ്പേസ് ഉണ്ട്. രണ്ടാളുള്ള ഒരു വലിയ കണ്ടെയ്നർ അല്ലെങ്കിൽ രണ്ടാളും കൂടി ഉള്ളപ്പം റാൻഡംനെസ് കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എൻട്രോപ്പി എന്തായിരിക്കും? രണ്ട് കേസിലും, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്തായിരിക്കും? പിന്നെ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ രണ്ട് കേസിലും ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഡെൽറ്റ ജി മിക്സ് എന്ന് പറയുന്നത് രണ്ട് കേസിലും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ എസും അതുപോലെ ഡെൽറ്റ എസ് രണ്ട് കേസിലും പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഡെൽറ്റ ജി രണ്ട് കേസിലും നെഗറ്റീവ് ആയിരിക്കും. അതേസമയത്ത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ആണെങ്കിൽ അവിടെ ഡെൽറ്റ വിയും അതുപോലെ ഡെൽറ്റ എച്ചും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണെങ്കിൽ അവിടെ ഡെൽറ്റ വിയും അതുപോലെ ഡെൽറ്റ എച്ചും നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഡെൽറ്റ വി മിക്സിങ് നെഗറ്റീവ് ആവാൻ കാരണം എന്താണ്? അവരുടെ വോളിയം എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക അല്ലേ. വോളിയം കുറയാണ് ചെയ്യുക. കാരണം എന്താ? ബോണ്ട് സ്ട്രോങ്ങർ ആയി വന്നപ്പം വോളിയം കുറഞ്ഞു. അതുപോലെ തന്നെ ബോണ്ട് സ്ട്രോങ്ങർ ആയി വന്നതുകൊണ്ട് തന്നെ എനർജി റിലീസ് ചെയ്യും. അപ്പോൾ ഫൈനൽ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫൈനൽ എൻതാൽപ്പി എന്ന് പറയുന്നത് ഇനീഷ്യൽ എൻതാൽപ്പിയേക്കാളും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് അവരുടെ സവിശേഷതകൾ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചും നമ്മുടെ എക്സാംസിന് സാധാരണ ചോദിക്കാറുള്ളതാണ്. ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കൽ ഒന്ന് എക്സാമ്പിൾസ് ചോദിക്കും. അതായത് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന് എക്സാമ്പിൾ ഏതാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന് എക്സാമ്പിൾ ഏതാണ്, അതല്ലെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ ഏതാണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്.
ഒന്ന് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഡെൽറ്റ വിയും ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും അതുപോലെ ഡെൽറ്റ ജിയും, ഈ നാലിനെയും ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് ആ ഒരു ഏരിയ നന്നായി ക്ലിയർ ചെയ്ത് തന്നെ പോവാം. ഓക്കെ, ഇനി പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന് കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം അല്ലേ. അതായത് വാട്ടർ പ്ലസ് എത്തനോൾ പോസിറ്റീവ് ഡീവിയേഷനാണ് കാണിക്കുന്നത്. നമുക്കറിയാം എന്താണ്, വാട്ടറിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. CH3OH എന്ന് പറയുന്ന മോളിക്യൂൾ ഇതിൻ്റെ ഇടയിൽ കയറി വരുമ്പോൾ എന്താണ്, ഹൈഡ്രജൻ ബോണ്ടൊക്കെ ഹൈഡ്രജൻ ബോണ്ട് വീക്കായി മാറും അവരുടെ ഇടയിലേക്ക് പോകുമ്പോൾ അല്ലേ. അതുപോലെ തന്നെ C2H5OH എന്ന് പറയുന്ന ഇവിടെയും എന്തുണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. സൈക്ലോഹെക്സേന് അതിൻ്റെ ഇടയിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഹൈഡ്രജൻ ബോണ്ട് വീക്കായി മാറും. ഇവരൊക്കെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന് എക്സാമ്പിളാണ് അല്ലേ. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ വാട്ടർ പ്ലസ് HCOH അല്ലേ. അതായത് ആസിഡ് പ്ലസ് വാട്ടർ എന്ന് പറയുന്ന ഒരു കേസ് വരികയാണെങ്കിൽ അവിടെ നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കുക H+ എന്ത് ചെയ്യും, H+ വാട്ടറിലേക്ക് പോയിട്ട് H3O+ഉം അതുപോലെ മൈനസ് അയണും പ്രൊഡ്യൂസ് ചെയ്യും. ആ മൈനസ് അയണിൻ്റെ ഹൈഡ്രേഷൻ നടക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ബോണ്ട് സ്ട്രോങ് ആവും. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും കാണിക്കുക. രണ്ടാമത്തെ എക്സാമ്പിളും അതുപോലെ മൂന്നാമത്തെ എക്സാമ്പിളൊക്കെ ആസിഡ് പ്ലസ് വാട്ടർ എന്ന് പറയുന്ന കേസിൽ വരുന്നതാണ് അല്ലേ. ഇനി നാലാമത്തെ എക്സാമ്പിൾ CHCl3 + CH3COOH. അവിടെ എന്താണ്, CHCl3 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ഈവൻ CH3COCH3 അതായത് അസിറ്റോണുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും അല്ലേ. ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുമ്പം ബോണ്ട് സ്ട്രോങ് ആയി വരും. അതുകൊണ്ട് തന്നെ വേപ്പേഴ്സ് ലെസ്സർ എമൗണ്ടിലാണ് ഫോം ചെയ്യുക. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് കുറവായിരിക്കും അല്ലേ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂവിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഇവരൊക്കെ എന്താണ്, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന് എക്സാമ്പിളാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ CH3OH + H2O അതുപോലെ ഇഥൈൽ ആൽക്കഹോൾ + സൈക്ലോഹെക്സൈൻ എന്നൊക്കെ പറയുന്നത് എന്തിന് എക്സാമ്പിൾസ് ആണ്, നമ്മുടെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി റൗൾസ് ലോയുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. അതായത് ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് മിക്സ്ചർ ഓഫ് 1 mol A, അതായത് A എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ 1 mol അതിൻ്റെ പ്യുവർ ആയിട്ടുള്ള വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 150 ടോർ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ 2 mol B അതിൻ്റെ പ്യുവർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷർ 240 ടോർ എന്ന് തന്നിട്ടുണ്ട്. ഈസ് 200 mm. അതായത് ടോട്ടൽ വേപ്പർ പ്രഷർ 200 mm ആണ് ഈ ഒരു കമ്പോസിഷനിലുള്ള ടോട്ടൽ വേപ്പർ പ്രഷർ. ഈ കേസിൽ പോസിറ്റീവ് ഡീവിയേഷൻ ആണോ നെഗറ്റീവ് ഡീവിയേഷൻ ആണോ എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് നോക്കാൻ ടോട്ടൽ വേപ്പർ പ്രഷർ നമുക്ക് തന്നിട്ടുള്ള ടോട്ടൽ വേപ്പർ പ്രഷർ ഇതാണ്, ആ ഒരു എമൗണ്ട് 200 mm അല്ലേ. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റൗൾസ് ലോ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ടോട്ടൽ വേപ്പർ പ്രഷറിനേക്കാളും കുറവാണോ കൂടുതലാണോ എന്ന് നോക്കിയാൽ മതി. കുറവാണെങ്കിൽ എന്തായിരിക്കും, നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. കൂടുതലാണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് റൗൾസ് ലോ പ്രകാരം നമുക്കറിയാം PT = ടോട്ടൽ വേപ്പർ പ്രഷർ = P0A × Ka + P0B × Kb ആണ് അല്ലേ. ഇവിടെ നമുക്ക് A എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ P0 എന്താണ് തന്നിട്ടുള്ളത്, 150 ആണ് അല്ലേ. അപ്പോൾ 150 × Ka എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾ ഫ്രാക്ഷൻ ആണ്. എൻ്റെ മോൾ ഫ്രാക്ഷന് ഇവിടെ തന്നിട്ടുള്ളത് 1 mol Aയും അതുപോലെ 2 mol Bയുമാണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് A = എന്താണ്, Ka = Na/Na + Nb ആണല്ലോ. റെഡി. അപ്പോൾ നമുക്ക് 1/1 + 2 എന്ന് എഴുതാം അല്ലേ. പ്ലസ് P0B എത്രയാണ്, 240 ആണ് തന്നിട്ടുള്ളത് അല്ലേ. അതായത് ബീൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 240 ആണ്. അപ്പോൾ 240 × എന്താണ്, Kb നമുക്ക് NB / Na + Nb എന്ന് എഴുതാം അല്ലേ. Na + Nb. അപ്പോൾ ഇവിടെ നമുക്ക് 2/3 എന്ന് എഴുതാം. റെഡി, 2/3. അപ്പോൾ നമുക്ക് 150 × 1/3 ചെയ്താൽ 50 കിട്ടും. അതുപോലെ 240 × 2 ചെയ്താൽ 480 കിട്ടും. 480/3 ചെയ്താൽ എത്ര കിട്ടുക, 118 6 അല്ലേ. അപ്പം 160 കിട്ടും. ഓക്കെ, 160 + 50 എന്ന് പറയുന്നത് 210 ആണ് കിട്ടുക, 210. ഓക്കെ, അപ്പോൾ നമ്മളെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 210 ആണ്. പക്ഷെ നമുക്കിവിടെ തന്നിട്ടുള്ള ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്, 200 ആണ്.
അപ്പോൾ 210 എന്ന് പറയുന്നത് 200 ആണ് നമുക്ക് തന്നിട്ടുള്ള വാല്യൂ അല്ലേ. 200 എന്ന് പറയുന്നത് 210 കുറവാണോ കൂടുതലാണോ? കുറവാണ്. അതുകൊണ്ട് തന്നെ കുറവാണ് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും കാണിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ബി ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. ദർ ഇസ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. മനസ്സിലായല്ലോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? അതായത് റൗൾസ് ലോ പ്രകാരം P0 A × Ka + P0 B × Kb ആയിരിക്കും ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് കാണാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുള്ള എക്സ്പെരിമെൻ്റൽ വാല്യൂവിന്, അതായത് ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദി മിക്സ്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ടാവും. ആ വാല്യൂമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ, അതായത് എക്സ്പെരിമെൻ്റൽ വാല്യൂ കുറവാണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും കാണിക്കുക. തന്നിട്ടുള്ള വാല്യൂ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും കാണിക്കുക? പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും കാണിക്കുക. ഓക്കെ, വേറൊരു എക്സാമ്പിൾ. ഐഡിയൽ സൊല്യൂഷൻ ഈസ് ഫോംഡ് വെൻ ഇറ്റ്സ് കമ്പോണൻസ്. ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യാനുള്ള കണ്ടീഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ ഹാവ് 0 ഹീറ്റ് ഓഫ് മിക്സിംഗ് ഓൺലി. 0 ഹീറ്റ് ഓഫ് മിക്സിംഗ് ആണ് അല്ലേ. അതായത് ΔH 0 ആണ്, അത് ശരിയാണ്. ഹാവ് 0 വോളിയം ചേഞ്ച് ഓൺ മിക്സിംഗ് ഓൺലി. ΔV 0 ആണ്, പക്ഷെ അത് മാത്രം ഉള്ളൂ എന്നാണ് പറയുന്നത് അല്ലേ. 0 വോളിയം ചേഞ്ച് ഓൺലി. ഹാവ് 0 ഹീറ്റ് ഓഫ് മിക്സിംഗ് ആൻഡ് 0 വോളിയം ചേഞ്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഗ്യാസസ്. അപ്പോൾ ഏതാണ്? ΔHV യും 0 ആണ്, അതുപോലെ ΔVയും എന്താണ്? 0 ആണ് ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ അല്ലേ. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ സി സെലക്ട് ചെയ്യാം. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷനാണ് ചോദിച്ചിട്ടുള്ളതെങ്കിലോ ΔH വിൽ നോട്ട് ബി ഈക്വൽ ടു 0, അതേപോലെ ΔV വിൽ നോട്ട് ബി ഈക്വൽ ടു 0. ഇനി ΔSഉം ΔGയുമാണ് ചോദിക്കുന്നതെങ്കിലോ രണ്ട് കേസിലും ΔS എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ΔS വിൽ ബി ഈക്വൽ ടു പോസിറ്റീവ്. അതുപോലെ ΔG രണ്ട് കേസിലും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ഫോർ ആൻ ഐഡിയൽ സൊല്യൂഷൻ? താഴെ തന്നിരിക്കുന്നതിൽ ഐഡിയൽ സൊല്യൂഷനെ സംബന്ധിച്ച് കറക്റ്റ് അല്ലാത്തത്. ഐഡിയൽ സൊല്യൂഷന് റൗൾസ് ലോ ഈസ് ഒബെയ്ഡ് ഫോർ എൻ്റയർ കോൺസെൻട്രേഷൻ റേഞ്ച് ആൻഡ് ടെമ്പറേച്ചർ. അത് കറക്റ്റ് ആണ് അല്ലേ. റൗൾസ് ലോ ഒബേ ചെയ്യുന്നുണ്ട് ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ. അതുപോലെ ΔH മിക്സ് 0 ആണ്, അതും കറക്റ്റ് ആണ് അല്ലേ. ΔV മിക്സും 0 ആണ്. ΔS മിക്സ് ഈക്വൽ ടു 0. ΔS മിക്സ് എന്താണ്? ΔS മിക്സ് പോസിറ്റീവ് ആണ് ഉണ്ടാവുക അല്ലേ. ΔS മിക്സ് വിൽ ബി പോസിറ്റീവ്, 0 അല്ല ഉണ്ടാവുക അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ചും നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ചും പറയാനുള്ളത്. ഇനി നമുക്ക് സിമ്പിൾ ഡിസ്റ്റിലേഷൻ അതുപോലെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന രണ്ട് ടേംസ് പരിചയപ്പെടാം. ആ പ്രോസസ്സ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നമുക്കറിയാം നമ്മളിപ്പം നമ്മളെ കയ്യിലുള്ള സൊല്യൂഷൻസിനെ ഹീറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഒരു സൊല്യൂഷനാണ്. അതിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് കൈയും കൈബിയും ആണെന്ന് സങ്കല്പിക്കാം. ഓക്കെ, അങ്ങനെ കൈയും കൈബിയും മോൾ ഫ്രാക്ഷനുള്ള സൊല്യൂഷനെ നമ്മൾ ഹീറ്റ് ചെയ്ത് വേപ്പേഴ്സ് ആക്കി കഴിഞ്ഞാൽ അവരുമായി കുറേ വേപ്പേഴ്സ് ഉണ്ടാവും അല്ലേ. വേപ്പർ ഫോമിലേക്ക് കുറേ മോളിക്യൂൾസ് പോയി വേപ്പേഴ്സ് കുറേ ഫോം ചെയ്യും. ആ വേപ്പേഴ്സിന് ഒരു കമ്പോസിഷൻ ഉണ്ടാവും അല്ലേ. അതായത് അതിനെ ഞാൻ YA, YB എന്ന് വിളിച്ചു. അതായത് എ എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ വേപ്പർ ഫോമിലുള്ള മോൾ ഫ്രാക്ഷനാണ് YA. അതുപോലെ ബി എന്ന കമ്പോണൻറ്റിൻ്റെ വേപ്പർ ഫോമിലുള്ള മോൾ ഫ്രാക്ഷനാണ് എന്ത്? YB. അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ കൈയെ ഈക്വൽ ടു കൈബി ആകുമോ എന്നാണ്. കൈയെ ഈക്വൽ ടു കൈബി, അതുപോലെ YA ഈക്വൽ ടു YB ആകുമോ? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല അല്ലേ. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം കൈയെ ഈക്വൽ ടു 0.5ഉം അതുപോലെ കൈബി ഈക്വൽ ടു 0.5 ആണെന്ന് എടുക്കുക. ഓക്കെ, അതായത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സൊല്യൂഷൻ സ്റ്റേറ്റിലുള്ള മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0.5 ആണ് രണ്ടിൻ്റെതും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ വോളറ്റൈൽ ആയിട്ടുള്ള കമ്പോണൻ്റ് ഏതാണോ അതാണ് വേഗം വേപ്പേഴ്സ് ഫോം ചെയ്യുക. അപ്പോൾ വേപ്പർ സ്റ്റേറ്റിൽ കൂടുതലുള്ളത് ആരായിരിക്കും? വോളറ്റിലിറ്റി കൂടുതലുള്ള കമ്പോണൻ്റ് ആയിരിക്കും. അപ്പം ചിലപ്പോൾ എന്തായിരിക്കും? YA ഈക്വൽ ടു YA മേ ബി 0.8ഉം അതുപോലെ YB മേ ബി 0.2 ആയിരിക്കും. കാരണം എന്താണ്? YA കൂടുതൽ വോളറ്റൈൽ ആണെങ്കിൽ അതിൻ്റെ കൂടുതൽ വേപ്പേഴ്സ് അവിടെ ഉണ്ടാവും. എവിടെ ഉണ്ടാവും? വേപ്പർ ഫോമിലുണ്ടാവും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ YA ഒരിക്കലും, അതായത് വേപ്പർ ഫോമിലുള്ള കമ്പോസിഷൻ എന്ന് പറയുന്നത്
നമ്മുടെ ലിക്വിഡ് ഫോമിലുള്ള കമ്പോസിഷന് ഈക്വൽ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു അടിസ്ഥാന തത്വത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സിമ്പിൾ ഡിസ്റ്റിലേഷൻ അതുപോലെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സും നടത്തുന്നത്. അതായത് നമുക്ക് വോളറ്റിലിറ്റി കൂടുതലുള്ള ഒരു മിക്സ്ചറിൽ നിന്നും നമുക്ക് രണ്ട് കമ്പോണൻസിനെ വേർതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഹീറ്റ് ചെയ്തിട്ട് വോളറ്റിലിറ്റി കൂടുതലുള്ള കമ്പോണൻറ്റിനെ ആദ്യം ഹീറ്റ് ചെയ്തിട്ട് വേപ്പർ ഫോമിലേക്ക് മാറ്റുക. വേപ്പർ ഫോമിലേക്ക് മാറ്റിയിട്ട് അവരെ ആ വേപ്പേഴ്സിനെ കണ്ടൻസ് ചെയ്താൽ നമുക്ക് വീണ്ടും ആ ലിക്വിഡ് തിരിച്ചു കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അത് ചെയ്യുന്നതിനാണ് നമ്മൾ സിമ്പിൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയുക. എന്താ അവിടെ ചെയ്യുന്നത്, അതായത് നമ്മൾ മിക്സ്ചറിനെ ഹീറ്റ് ചെയ്യുന്നു, മിക്സ്ചറിനെ ഹീറ്റ് ചെയ്തിട്ട് ഏറ്റവും വോളറ്റൈൽ ആയിട്ടുള്ള കമ്പോണൻറ്റിനെ നമ്മൾ വേപ്പർ ഫോമിലേക്ക് പെട്ടെന്ന് മാറ്റുന്നു. വേപ്പർ ഫോമിലേക്ക് മാറ്റിയിട്ട് അതിനെ ഒരു ട്യൂബ് വഴി അല്ലെങ്കിൽ കണ്ടൻസർ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, കടത്തി വിട്ടിട്ട് ഈ വേപ്പേഴ്സിനെ തണുപ്പിച്ചിട്ട് അതിൻ്റെ ലിക്വിഡ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഉണ്ടായി വരുന്ന ലിക്വിഡിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, വോളറ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള നമ്മുടെ കമ്പോണൻറ്റ് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ എയും ബിയും ഉള്ളൊരു മിക്സർ ആണെന്ന് സങ്കല്പിക്കാം, എക്ക് വോളറ്റിലിറ്റി കൂടുതലാണെന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ എ ആയിരിക്കും വേഗം ഫോം ചെയ്യുക അല്ലേ, കൂടുതൽ എ വേപ്പർ ഫോമിലേക്ക് മാറിയിട്ടുണ്ടാവും. ആ എനെ മൊത്തം നമ്മൾ എന്ത് ചെയ്യാണ്, കണ്ടൻസ് ചെയ്തിട്ട് തണുപ്പിച്ചിട്ട് നമ്മൾ വേറൊരു ബീക്കറിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ബീക്കറിൽ എ ആയിരിക്കും കൂടുതലുണ്ടാവുക, ഇവിടെ എന്തുണ്ടാവും, ബിയും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എനെയും ബിനെയും എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് തന്നെ അവ രണ്ടാളെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെയാണ് നമ്മൾ സിമ്പിൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്പിൾ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കിനാണ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയാം. സിമ്പിൾ ഡിസ്റ്റിലേഷനിൽ നമ്മൾ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഡിഫറൻസ് ഇല്ല, അതായത് എൻ്റെയും ബിൻ്റെയും ബോയിലിംഗ് പോയിന്റ്സ് തമ്മിൽ 100 ഡിഗ്രിനേക്കാൾ കൂടുതൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്. അല്ലാത്ത കേസിൽ നമ്മൾ അതിനേക്കാൾ കുറവാണെങ്കിൽ എൻ്റെയും ബിൻ്റെയും ബോയിലിംഗ് പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 100 ഡിഗ്രിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മറ്റൊരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഇവിടെ എന്താണ്, എ എന്ന് പറയുന്ന കമ്പോണൻറ്റും ബി എന്ന് പറയുന്ന കമ്പോണൻറ്റും ഉണ്ട്. ഇവിടെ കൈ എ ആണ് ഇതിൻ്റെ മോൾ ഫ്രാക്ഷൻ, കൈ ബി ആണ് ബിൻ്റെ മോൾ ഫ്രാക്ഷൻ. ഇവ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ എ എന്ത് ചെയ്യുന്നു, എ വേഗം വേപ്പേഴ്സ് ഫോം ചെയ്യുന്നു. വേപ്പേഴ്സ് ഫോം ചെയ്തിട്ട് ഇവിടെ കൂടുതൽ പ്രഷർ ആകുമ്പം ഇത് എ ഇതിലൂടെ കടന്നു വരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ തണുത്ത വാട്ടർ ഇതിലെങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇതിനെ ഈ വേപ്പറിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് കൂൾ ഡൗൺ ചെയ്തിട്ട് ലിക്വിഡായിട്ട് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവിടെ കൂടുതലായിട്ടും ആരായിരിക്കും ഉണ്ടാവുക, എ ആയിരിക്കും ഉണ്ടാവുക, കാരണം അവിടെ ഫോം ചെയ്തത് ആരാണ്, എ ആണ് അല്ലേ. ഇനി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ്റെ കേസിൽ നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ബോയിലിംഗ് പോയിന്റ് അടുത്തടുത്തുള്ള എന്താണ് ബോയിലിംഗ് പോയിന്റിലുള്ള ഡിഫറൻസ് 100 ഡിഗ്രിനേക്കാളും കുറവുള്ള കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്ലാസ് റോഡ്സ് ഉള്ള ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇതെന്തിനാന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ചൂടാക്കിയപ്പോൾ എൻ്റെ വേപ്പേഴ്സ് മാത്രമാണ് ഫോം ചെയ്തത് അല്ലേ. ഇവിടെ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എയും ബിയും തമ്മിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ വേപ്പേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ബീൻ്റെതും ചെറിയ അളവിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഗ്ലാസ് റോഡ്സ് ഉള്ളത് കൊണ്ട് ഇവിടെ തട്ടിയിട്ട് ഇപ്പം എ എന്ത് ചെയ്യും, ഇതിലെ വേപ്പറൈസ് ചെയ്ത് പോവും, കണ്ടൻസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും അല്ലേ, ഇവിടെ കിട്ടും, നമുക്ക് എ കിട്ടും. അതേ സമയത്ത് ബീൻ്റെ കുറഞ്ഞ എമൗണ്ടേ ഉണ്ടാവുള്ളൂ, കാരണം എൻ്റെ ബോയിലിംഗ് പോയിന്റ് ഏതാണോ അതെത്തുമ്പം എൻ്റെ വേപ്പേഴ്സ് ഒരുപാട് ഫോം ചെയ്തിട്ടുണ്ടാവും അല്ലേ. അതേ സമയത്ത് തന്നെ ബീൻ്റെ കുറഞ്ഞ വേപ്പേഴ്സും ഫോം ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൻ്റെ ഉള്ളിലുള്ള ഗ്ലാസ്സിൽ തട്ടിയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ കണ്ടൻസ് ചെയ്ത് ഈ ഒരു ബീക്കറിലേക്ക് തന്നെ വരും. ഓക്കെ, അപ്പോൾ അതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക്. രണ്ട് ടെക്നിക്കും ബേസ് ചെയ്തിരിക്കുന്നത് എന്താണ്, വേപ്പറൈസ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് വേപ്പറൈസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കമ്പോസിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ലിക്വിഡ് ഫേസിലുള്ള കമ്പോസിഷനിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ഏതാണോ കൂടുതൽ വോളറ്റൈൽ ആയിട്ടുള്ളത് അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ആയിരിക്കും വേപ്പർ ഫേസിൽ കൂടുതൽ ഉണ്ടാവുക എന്നുള്ള ആ ഒരു ബേസിക് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് രണ്ട് സംഭവങ്ങളും അല്ലെങ്കിൽ രണ്ട് പ്രോസസ്സും നടക്കുന്നത്. ഓക്കെ, ഇനി കൂടുതൽ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ നമുക്ക്
അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് നിങ്ങൾ മാക്സിമം പോയിട്ട് പാസ്റ്റ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാവും. അതായത് നോൺ ഐഡിയൽ സൊല്യൂഷനും ഐഡിയൽ സൊല്യൂഷനും അതുപോലെ പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും ഒക്കെ ഒരുപാട് എക്സാമ്പിൾസ് എടുത്തിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഡെൽറ്റ എസ്, ഡെൽറ്റ വി, ഡെൽറ്റ എച്ച്, അതുപോലെ തന്നെ ഡെൽറ്റ ജി, ഈ 4 കാര്യങ്ങൾക്കും എന്താണ് സംഭവിക്കുക, പ്രഷറിന് എന്താണ് സംഭവിക്കുക, ടോട്ടൽ വേപ്പർ പ്രഷർ എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ ഇന്ന് തന്നെ ക്ലിയർ ചെയ്തിട്ട് അതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.